ഹായ്. എൻ്റെ പേര് അഞ്ജു. ഞാൻ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് 2, 3 പിള്ളേര് ചോദിച്ചു, "ചേച്ചി എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്? എവിടുന്നാ പഠിക്കുന്നത്? എത്ര മാസത്തെ കോഴ്സാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏഹ്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് ഞാൻ പഠിച്ചത് എറണാകുളം ഗോയിത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്തും ഉണ്ടത്, ഡൽഹിയുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷേ ഏകദേശം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ളവർക്ക് ഏറ്റവും ഒന്നുകിൽ എറണാകുളം അല്ലെ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ അവിടുന്നാണ് പഠിച്ചത്. ശരിക്കും 6 മാസത്തെ കോഴ്സായിട്ടാണ് പഠിക്കുന്നത്. അത് A1, A2, B1, B2 ഇങ്ങനെയാണ് ശരിക്കും പഠിച്ച് പോകേണ്ടത്. അറ്റ്‌ലീസ്റ്റ് B2 കഴിയുന്നിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഈ ജർമ്മനിയിൽ ഏറ്റവും യൂസ് ചെയ്യുന്നത് ഡോയിച്ച് ലാംഗ്വേജ് മാത്രമാണ്. ഇംഗ്ലീഷ് എത്ര അറിയാമെങ്കിൽ തന്നെ ആൾക്കാരാരും തന്നെ ഇംഗ്ലീഷ് പറയുന്നില്ല. കാരണം അതെന്താണോന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ പോയിട്ടൊക്കെ നമ്മൾ പെട്ടുപോയ ദിവസങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ ജർമ്മനിയിൽ വരാൻ ആഗ്രഹിക്കുന്ന പിള്ളേരാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സസ് ഏത് ജോലിക്കായാലും വരുമ്പം തീർച്ചയായും B2 കഴിഞ്ഞിട്ട് വരിക. എഞ്ചിനീയർമാർക്കൊക്കെ ശരിക്കും A1 ലെവൽ മതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. A1 ലെവൽ പോരാ ശരിക്ക്. B2 അറ്റ്‌ലീസ്റ്റ് B2 ആകുമ്പോഴാണ് നമ്മൾ കേട്ട് പരിചയമുള്ള കുറച്ചെങ്കിലും നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അപ്പം അറ്റ്‌ലീസ്റ്റ് B2 ലെവൽ കഴിഞ്ഞിട്ടെങ്കിലും വരാൻ നോക്കുക. അത് എവിടുന്ന് വേണമെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് ഗോയിത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലത്. ഏത് എറണാകുളമായാലും വേണ്ടില്ല, ട്രിവാൻഡ്രത്തായാലും വേണ്ടില്ല. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് ഡോയിഷ് ലാംഗ്വേജ് പഠിച്ചിട്ട് മാത്രം വരിക മക്കളെ. ഇല്ല ഇവിടുന്ന് ഇച്ഛ വരയ്ക്കും. തീർത്തും ഞാൻ പറയാം ഇച്ഛ വരയ്ക്കും. അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ 2ാമത്തെ ദിവസം വന്ന് ബാങ്ക് പെട്ട് കിടന്ന ദിവസമുണ്ട്. അതുകൊണ്ട് പറയുക, നിങ്ങൾ നല്ല വൃത്തിക്ക് ഭാഷ പഠിച്ച് മാത്രം ജർമ്മനിയിലേക്ക് ട്രൈ ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി ഞാൻ ക്ലിയർ ചെയ്ത് തരാം.